കുഞ്ഞോ എന്നാ കുഞ്ഞോയ്ക്ക് വേണ്ട, മോന് കുഞ്ഞോ ജാനിമോക്ക് തരാവേ. വേണ്ടായോ കുഞ്ഞോ? ഇതിലേ വാ, ഇതിലേ വന്നെടുക്ക് മോനെ. എന്തോ വണ്ടിയുടെ ഹോൺ അങ്ങനല്ല, പോന്നല്ലേ. ഇത് മേലത്തെ കേശുണ്ട്, അല്ല ആശുവിന്റെ വണ്ടിയാ. പാപ്പ തരട്ടെ. കുഞ്ഞു എന്തോ മമ്മി അത് ഇനിയും ചിരിക്കല്ലേ, ഇനിയും ചിരിക്കല്ലേ, അത് തന്നെ കാണിക്കാനുള്ള. കുഞ്ഞോ നോവും കുഞ്ഞോ, ഇനി വാ. അമ്മ എന്തേ? വീഴും പൊന്നോ. എന്തെടുക്കോ? കുളിച്ചോടി നീ? അല്ല കുളിച്ചില്ലെങ്കിൽ ഒരു ജോലി തരാനായിരുന്നു. മീൻ വെട്ടിയതാ. അല്ല അത് വെട്ടിക്കൊണ്ടേ വന്നേ. അല്ല നിങ്ങൾ മീൻ വല്ലതും മേടിച്ചോ? ഓ പിന്നെ എനിക്ക് ഇപ്പൊ ഈ മത്തി കൊണ്ടുവന്നിട്ട് എന്തോ കാര്യം. ഞാൻ വെച്ച് തോരൻ വെക്കാവുന്നു. മോര് കാച്ചു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജാനിക്കുട്ടി എനിക്ക് കൂട്ടിന് വന്നതാ കേട്ടോ. അവിടുന്ന് ചോറൊക്കെ എടുത്തോണ്ട് വന്നായിരുന്നു. അതൊക്കെ കൊണ്ടുവരാൻ എൻ്റെ ഇവിടെ ജാനിക്കുട്ടി വന്നതാണ്. ജാനിക്കുട്ടി വന്ന് ഞാൻ ആദ്യം വീഡിയോ തുടങ്ങുമ്പോൾ പറയത്തില്ല വന്നു, അതുപോലെ വന്നു. പിന്നെ മോനുകുട്ടൻ ട്യൂഷന് പോയേക്കുന്നു, ഇനി പോയി വിളിച്ചുകൊണ്ട് വരണം. പിന്നെ വേറെന്താ വിശേഷം? ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള നേരത്തെ വന്ന് പരിചയപ്പെട്ട മോള് കേട്ടോ, അമ്മയ്ക്ക് എന്നോട് എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് പോയി. ഇതുവരെ അമ്മയെ കാണാൻ പറ്റിയില്ല, ഇന്നും മോളെ കണ്ടു കേട്ടോ. അപ്പോൾ അമ്മ പെട്ടെന്ന് വാ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെന്തോ വിശേഷം? പിന്നെ കുക്കുൻ്റെ അടുക്കൽ ചോറും പിന്നെ ചിക്കൻ മേടിച്ച് വറുത്തു, അത് കുറച്ചെടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ മോര് കാച്ചണം, ഇനി ഒരു മെഴുക്കുവരട്ടി വെക്കണം. പിന്നെ നാളെ നമ്മുടെ മുത്തുമണി വരും. നാളെ എന്ന് വെച്ചാൽ ഇന്ന് വെളുപ്പിനെ വരും, 4:30 ആകുമ്പോഴത്തേക്ക് ചെങ്ങന്നൂർ വരുവേ. മാമൻ പോകും വിളിക്കാൻ. അപ്പം നാളെ മുതലുള്ള വീഡിയോ, ഇന്ന് 19-ാം തീയതി എടുക്കുന്ന വീഡിയോ ഇത് കേട്ടോ. അല്ല 18-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം 19-ാം തീയതി തൊട്ടുള്ള വീഡിയോസിലൊക്കെ മുത്തുമണിയും കാണും. മുത്തച്ചാച്ചനുണ്ടായിരുന്നെങ്കിൽ മോനിക്കുട്ടനെ വിളിക്കാൻ ഇപ്പൊ പോയേനെന്ന് പറയാൻ ജാനിക്കുട്ടി. ഇപ്പൊ പോയി വിളിക്കാം. പിന്നെ അവളെ ഞാൻ തന്നെ കളഞ്ഞിട്ട് പോവോ? ഞങ്ങൾ ഇറങ്ങുമോ? ശരി. ഉപ്പമ്മ വിളിച്ചതാ ജാനിക്കുട്ടി എന്തിയെ ഇട്ടത്ത് തന്നെ ഇനി വരുമോന്ന്. മാമി അങ്ങോട്ട് വിടാം.
മാമി പോയി മോനുവിനെ വിളിച്ചോണ്ട് വരാം. അപ്പം വന്നിട്ട് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് തീർക്കണം. കുളിക്കണം, ജപിക്കണം. അപ്പൊ കുളിക്കുന്നതിന് മുമ്പേ പോയി മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് വരാം. ഇന്ന് നേരത്തെ പോയി ട്യൂഷന്, അപ്പൊ ഇപ്പൊ പോയി വിളിച്ചോണ്ട് വരാം. എന്തോ വന്നിട്ടാണ് ഞങ്ങളുടെ കേശവും താരം എന്തോ 4 മണിക്ക്. അത് കഴിഞ്ഞ് ഞങ്ങള് 3 കൂടെ കളിക്കും. മോനുമാണ് എന്തുവാ അപ്പാമ്മയാണ് പറഞ്ഞു പുളി പറിക്കും. ഞങ്ങള് 2 പുളി. അവനാണ് ആ മതിലേ കയറി നിന്ന് ഇടും, ഞാനാണ് എന്തുവാ അവിടെ താഴെ നിന്ന് പറിക്കും. അപ്പൊ കേശു എന്തുവാ കവറ് പിടിച്ചാൽ അന്നത്തെ ഇട്ട്. ഞാൻ ഇച്ചിരി എന്താ മീൻ മേടിച്ചു, ഇച്ചിരി കഷ്ണം മീൻ മേടിച്ചു. തളയാ നമ്മൾ സാധാരണ മേടിക്കുന്നത്. ആ മീൻ ഇന്ന് ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ചു 1/2 കിലോ. പിന്നെ കുഞ്ഞുമത്തി ഉണ്ടായിരുന്നു, അത് മേടിച്ചിട്ടുണ്ട്. അതെല്ലാം വെട്ടിക്കൊണ്ടാ വന്നത്, കഴുകിയില്ല. അപ്പൊ മത്തി കൂക്കുനെ ഏൽപ്പിച്ചു കേട്ടോ. കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ തോരൻ വെക്കാം എന്ന് വിചാരിച്ചു. കൂക്കു വെച്ച മത്തി തോരൻ നല്ല രുചി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കും അവക്ക് പണി കൊടുക്കുവാന്ന്. അല്ല കേട്ടോ, എനിക്ക് ഞാൻ വെക്കുന്ന തോരനേക്കാളും അമ്മയും കൂക്കും അവളുടെ മാമിയൊക്കെ വെക്കുന്ന തോരൻ കഴിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങ് കൊടുത്തന്നേ ഉള്ളൂ. അതുകൊണ്ട് വെട്ടിക്കൊണ്ട് വന്നത് അത്രയും പാട് കുറഞ്ഞിരിക്കുമെന്ന് ഓർത്തെ. അപ്പൊ മറ്റേ മീന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ നാളെ എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ പോയിട്ട് വരാം. ഇതാണ് നമ്മൾ മേടിച്ച മീൻ, തള. അത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കാം. മോനിക്കുട്ടനെ ട്യൂഷനിൽ വിളിച്ചുകൊണ്ട് വന്നു. അപ്പുറത്തുണ്ട്, അമ്മയുടെ അടുത്തുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അവർ വരുത്തുള്ളൂ. ഞാനിതെല്ലാം കഴുകി എടുത്ത് വെച്ച് ഒരു മോര് കാച്ചണം, പിന്നൊരു മെഴുക്കുവരട്ടി വെക്കണം. നമ്മൾ 2-3 ഏത്തയ്ക്ക കുറച്ച് ദിവസമായിട്ട് എടുത്തുകൊണ്ട് വെച്ചേക്കുവാണ്. മെഴുക്കുവരട്ടി വെക്കാൻ കൊതിച്ചെടുത്തുകൊണ്ട് വന്നു. അത് ഇന്നങ്ങ് വെക്കാം എന്ന് വിചാരിച്ചു. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. കുളിയും ചെറുപ്പൊക്കെ കഴിഞ്ഞു. ഞാൻ മീനെല്ലാം കഴുകി എടുത്ത് വെച്ചിട്ട് ഏത്തക്കായും മെഴുക്കുവരട്ടിക്ക് അരിഞ്ഞ് വെള്ളത്തിലിട്ടേക്കും. നല്ല അതിൻ്റെ കറ ഇരിക്കത്തില്ല, അതുകൊണ്ട് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കണം. അപ്പം ഞാൻ ആ കലത്തിൽ വെള്ളം പിടിച്ചപ്പോഴാണ്, വീടിൻ്റെ മുകളിൽ 2 ടാങ്ക് വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ വെള്ളം, അടുക്കളയിലേക്കുള്ള വെള്ളം അതിനകത്ത് മാത്രം. വേറെ അപ്പുറത്തിരിക്കുന്ന ടാങ്കിൽ നമുക്ക് അടുക്കളയിലോട്ട് വെള്ളം എടുക്കാറില്ല. ഇപ്പം അത് തീർന്നു. മുത്ത് വരുമ്പോഴല്ലാതെ ആ മുകളിലെ ടാങ്കിൽ വെള്ളം നമ്മൾ വാങ്ങിക്കുന്നതാണ് കേട്ടോ. കുടിവെള്ളം വാങ്ങിച്ച് അതിനകത്ത് നിറച്ചിടുന്നതാണ്. മുത്തിന്ന് വരുമെന്നുള്ളത് ടാങ്കിൽ മനസ്സിലായെന്ന് തോന്നുന്നു. വെള്ളം തീർന്നു. ഇത് കഷ്ടിച്ച് കിട്ടിയതാണ്. ഇനി രാവിലെ ചായ ഇടാനൊന്നും വെള്ളം ഇല്ലെന്ന് തോന്നുന്നു. അപ്പം അപ്പുറത്തുനിന്ന് ഒരു കൊച്ചു കലത്തിച്ച് വെള്ളം എടുത്തിട്ട് വെക്കാം. കുക്കുവിനോട് ചോദിക്കാം, എനിക്ക് എടുത്തുകൊണ്ട് വരാൻ വയ്യ. കുഞ്ഞൊരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം കൊണ്ടുവെക്കാം, രാവിലത്തേക്ക് മാത്രം. പിന്നെ വിളിച്ച് പറയാം. ടെറസിലോട്ട് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെയർ ഒന്നും പണിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ലാഡറുണ്ട്, ആ ലാഡർ വെച്ചിട്ടാണ് മുകളിൽ കയറുന്നത്. അതിനൊക്കെ മുത്തും ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പം നമുക്ക് അവൻ വരുന്നത് വരെ എന്തായാലും കഷ്ടിച്ച് നിന്നു, അല്ലെങ്കിൽ പിന്നെ വലിയ പാടുപെട്ടേ. ഞാൻ തൈര് മേടിച്ചു. കുറേ ദിവസമായിരുന്നു നമ്മൾ മോരുകറിയൊക്കെ കൂട്ടിയിട്ട്, മോരുകറിയൊക്കെ വെച്ചിട്ട് ഇടയ്ക്ക് കൂട്ടിയായിരുന്നു അമ്മ കാച്ചി തന്നപ്പം. ഇന്നിപ്പം ഞാൻ ഇച്ചിരി മോര് കാച്ചി വെക്കാൻ പോവാ. ഇനിയിപ്പോ മുത്തിന് ഇതൊന്നും കഴിക്കാതിരിക്കുന്നോണ്ട് ചിലപ്പം ഓരൊക്കെ വേണമെന്ന് തോന്നുമായിരിക്കും. ചിക്കനൊക്കെ ഇടയ്ക്കൊക്കെ അവർ വാങ്ങിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചിക്കൻ വാങ്ങിച്ചില്ല കേട്ടോ. കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് ഓർത്തു. അതുകൊണ്ട് ഞാൻ മീൻ വാങ്ങിച്ചത്. മീനല്ലേ അവർ കഴിക്കാതിരിക്കുന്നത് മുത്ത്, അതുകൊണ്ടാണ് മീൻ വാങ്ങിയത്. ഒന്ന് കലക്കിക്കൊണ്ട് വരട്ടെ. വെള്ളത്തിനകത്ത് പൊടിയിട്ടില്ല, പിന്നെ ഞാനിത് മറന്നു. ദൈവം മൊത്തം കവന്ന് വീണ്. ഇന്ന് ഞാനൊരു കാര്യം പറയുന്നത്, ഇത് കലക്കിക്കൊണ്ട് വന്നിട്ടൊരു കാര്യം പറയാം. ഞാൻ പറയാൻ വന്ന കാര്യം, ഇന്ന് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരാളിനെ കണ്ടു കേട്ടോ. ആരാന്ന് പറയട്ടെ.
ഞാൻ നേരത്തെ ഒക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ സ്കൂളിൽ തിരുവാതിരയ്ക്കും ഒപ്പനയ്ക്കും ഗ്രൂപ്പ് ഡാൻസിനും ഒക്കെ ചേരും കേട്ടോ. അതാകുമ്പോൾ പിള്ളേരുടെ ഇടയിൽ നിന്ന് കളിച്ചാൽ മതിയല്ലോ. അപ്പം ഒരു 5ാം ക്ലാസ് മുതൽ +2 വരെ ഞാൻ ഒരു സ്കൂളിലാണ് പഠിച്ചത്. പത്തനംതിട്ടയിൽ കാതലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് കേട്ടോ. അപ്പം അവിടെ പഠിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിൽ എന്നെ കൊണ്ട് അവിടെ ചേർത്ത സമയം മുതൽ ഒരു 8ാം ക്ലാസ് വരെയൊക്കെ നമ്മുടെ സ്കൂളിൽ 8ാം ക്ലാസ് വരെയൊക്കെ ഉണ്ടല്ലോ, ഈ ആനിവേഴ്സറിയും യൂത്ത് ഫെസ്റ്റിവലും ഒക്കെ നടക്കുന്ന സമയത്ത് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റേജിൽ രംഗപൂജ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ട്. അപ്പോൾ ആ രംഗപൂജയ്ക്ക് കുറച്ച് എല്ലാവരും വെള്ള ഡ്രസ്സൊക്കെയാണ്. ഇപ്പോൾ മാലാഖമാരായിട്ട് കുറച്ച് പേര് നിൽക്കും, ബാക്കിയുള്ളവർ വിളക്കൊക്കെ കൊളുത്തി ഡാൻസ് കളിക്കും. നമ്മുടെ വേദി പൂജ ചെയ്യുകയാണത്. അപ്പം അതിനുശേഷമാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. അപ്പോൾ രംഗപൂജയ്ക്ക് മാലാഖമാര് 4 പേര് അല്ലെ 3 പേരൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതിലൊരു മാലാഖ ഞാനായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ 5ാം ക്ലാസ് അന്നൊക്കെ ഉണ്ടല്ലോ സ്കൂളിൽ സംഗീതം ഒരു പിരീഡാണ്, പിന്നെ തയ്യൽ ഒരു പിരീഡാണ്, അങ്ങനെ ഉണ്ട്. അപ്പോൾ സംഗീതം പഠിപ്പിക്കുന്ന ഒരു മാലതി ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ മരിച്ചു കേട്ടോ. ഭയങ്കര സുന്ദരിയായിരുന്നു, ഒരു കൊച്ചു ടീച്ചറായിരുന്നു, കല്യാണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഈ സംഗീതം പഠിപ്പിക്കുന്ന ഈ മാലതി ടീച്ചറാണ്. ടീച്ചർ ആനിവേഴ്സറിയും യൂത്ത് ഫെസ്റ്റിവലിലും ഇന്ന ദിവസമാണ് തീരുമാനിക്കുമ്പോഴേ കുട്ടികളുടെ പ്രോഗ്രാം ഒക്കെ ചാർട്ട് ചെയ്യുന്ന ടീച്ചറാണ്. അപ്പോൾ ആദ്യമേ വന്ന് എന്നോട് പറയും രംഗപൂജയുണ്ട്, മാലാഖയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ആദ്യമേ അങ്ങ് ചേർത്ത് വെക്കും. പിന്നെ ഞാൻ ഡാൻസിനൊക്കെ ചേരും. എന്നാലും എനിക്കൊരു, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഭയങ്കര ഉൾവലിഞ്ഞ ഒരു പ്രകൃതമായിരുന്നു. ആൾക്കാരോട് സംസാരിക്കാനും ഒരു ഇങ്ങനെയുള്ള മിടുക്കൊന്നും അന്നില്ലായിരുന്നു. ആ ചുരുക്കം അതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ രംഗപൂജയ്ക്കും ഡാൻസിനും ഒക്കെ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഒരുക്കാൻ വേണ്ടിയിട്ട്, അന്നൊക്കെ കുഞ്ഞുങ്ങളാണല്ലോ, അവരെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു ശശിയണ്ണൻ എന്ന് പറയുന്ന ഒരാൾ വരുമായിരുന്നു അന്ന് സ്കൂളിൽ. അങ്ങനെ വന്ന് എനിക്ക് ആദ്യമായിട്ട് ചായം, എൻ്റെ മുഖത്ത് ചായമിട്ട ആൾ അദ്ദേഹമാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വലിയ അയൽവക്കക്കാരായിട്ടൊക്കെ ജീവിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസ് പൗഡറൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എല്ലാവരും ഒരുക്കും കേട്ടോ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ വാടക വീട്ടിൽ നിന്ന് സ്വന്തമായിട്ടുള്ള വീട്ടിലോട്ട് മാറിയത്. അപ്പോൾ ആ സ്ഥലത്ത് തന്നെയാണ് ശശിയണ്ണൻ താമസിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെയാണ് വീടെന്നൊക്കെ ഉള്ളത്. ശശിയണ്ണൻ്റെ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലായിരുന്നു. ജംഗ്ഷനിൽ തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അതിന് തൊട്ടിപ്പുറത്തെ മുറിയിൽ അമ്മ തയ്യൽക്കട തുടങ്ങി ഞങ്ങളിവിടെ താമസിക്കാൻ വന്നതിന് ശേഷം. അങ്ങനെ ഞങ്ങൾ അയൽവക്കക്കാരായി. അമ്മയ്ക്ക് തയ്യൽക്കട ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ +2 കഴിഞ്ഞ് മെഡിക്കൽ സ്റ്റോറിൽ പോവാണ്. അപ്പോൾ വൈകിട്ട് ഞാൻ വരുമ്പോൾ ഞങ്ങൾ അമ്മയുടെ അടുക്ക വരും. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടെയാണ് കടയൊക്കെ അടച്ച്, എന്നിട്ട് വൈകിട്ട് ജോലി കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് വരും. അമ്മ കടയൊക്കെ അടച്ച് ഞങ്ങൾ 2 പേരുടെയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്തുണ്ടല്ലോ, അന്ന് ഹോട്ടലിൽ മീൻകറി, സാമ്പാർ, എന്തോ രുചിയുള്ള കറികളൊക്കെയാണെന്നറിയാം. അതൊക്കെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഉച്ചഭക്ഷണമാണ് അവിടുത്തെ മെയിൻ കേട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കെല്ലാം അടയ്ക്കും. നേരത്തെ രാത്രിയിലത്തേക്ക് ഫുഡൊന്നുമില്ല. അപ്പം മിക്ക ദിവസവും എനിക്ക് അവിടുന്ന് സാമ്പാറും മീൻകറിയും തോരനും അവിടുത്തെ കറികൾ എന്തൊക്കെയുണ്ട് അതെല്ലാം തന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ സാമ്പാറും മീൻതോരനും ഒക്കെ. ഭയങ്കര കൊതിയുള്ള ഭക്ഷണങ്ങളാണ് കേട്ടോ. അവിടുത്തെ സാമ്പാറും മീൻതോരനും ഇപ്പോഴും എൻ്റെ നാക്കിൽ രുചിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് അതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയാണ്. അത്രയും രുചിയുള്ള ഓർമ്മകളാണ് അതൊക്കെ. അപ്പോൾ ഞങ്ങൾ അത്രയും വർഷം അവിടെ ജീവിച്ച് ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലും ഒക്കെ ആയിട്ട് ഇരുന്ന ആൾക്കാരാണ്. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നത് ഞാൻ പിന്നെ ശശിയണ്ണനെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങളങ്ങനെ വഴി വെച്ച് പോലും ഞാൻ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഞാൻ ആ വ്യക്തിയുടെ മുഖം ഈ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ മറന്നുപോയി. അതാണ് സത്യം. ഇന്ന് ഞാൻ കണ്ടു. ഇന്ന് ഷോപ്പിൽ വന്നു മരുന്ന് മേടിക്കും. അപ്പം എനിക്ക് മനസ്സിലായി, എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്നെ ഒന്നുകൂടെ ഒന്ന് നോക്കി പിന്നെയാണ് പിടികിട്ടിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ മിണ്ടി. എനിക്കിന്ന് ഒത്തിരി സന്തോഷം തോന്നി. അന്നേരം ഇന്ന് കണ്ടപ്പോൾ, ഇന്ന് ശശിയണ്ണനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ 5ാം ക്ലാസ് തൊട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഓർത്തിരുന്നു കേട്ടോ. ഇപ്പം ഹോട്ടലൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ മേക്കപ്പിനൊക്കെ പോകുന്നുണ്ട്, സീരിയലിലൊക്കെ. അപ്പം അമ്മ എന്തെങ്കിലും ചോദിച്ചു അമ്മയൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശശിയണ്ണൻ്റെ മക്കളൊക്കെ വലിയ ജോലിക്കാരൊക്കെ ആയി. അന്ന് ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ ശശിയണ്ണൻ്റെ ഒരു മോൻ മാത്രമേ ഉള്ളൂ. അത് കുഞ്ഞു വാവയായിരുന്നു. ഇപ്പോൾ വലിയ എഞ്ചിനീയറായി, KCBയിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുക. മോൾ ജർമ്മനിയിലാണ്. അപ്പോൾ അവരുടെ മക്കളൊക്കെ അത്രയും വലുതായി. അപ്പം ഇന്ന് അങ്ങനെ നമുക്ക്
ഒരുപാട് വർഷം നമ്മൾ ഒരുപാട് ഒരു വീട് പോലെ കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോയി, പിന്നെ ഒരിക്കൽ കാണുമ്പോൾ നമുക്ക് അതൊരു വലിയ സന്തോഷം. ആ സന്തോഷം ഇന്നുണ്ട്. അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് വെറുതെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഓട്ടുമോരാ കാച്ചത് കേട്ടോ, അരച്ചിട്ടൊന്നുമില്ല, അരപ്പൊന്നുമില്ലാതെ ഓട്ടുമോര് കാച്ചാന്ന് വിചാരിച്ചേ. അപ്പൊ അതിനെ കടുക് വറുത്തിട്ട് നമുക്ക് അതിനകത്ത് മെഴുക്കുവരട്ടി ഇടാം. ഞാൻ പാത്രം കഴുകാനൊന്നും വയ്യാത്തത് ഞാൻ മൺകലം ഒന്നും എടുത്തില്ല, എളുപ്പമുള്ള സ്റ്റീൽ കലം എടുത്തിട്ടുണ്ട് കേട്ടോ മോര് കാച്ചാൻ. ഉപ്പും കൂടെ ചേർത്തങ്ങ് വെക്കാം. ഞാനിപ്പോ പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ ഒരു ഓർമ്മയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ഇടണം കേട്ടോ. ഒരുപാട് പേര് ഞങ്ങളുടെ പഴയ വീടിനടുത്തൊക്കെ താമസിച്ചിരുന്നവരൊക്കെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഈ ഒരു ഓർമ്മയിലുള്ളവര് കമന്റ് ഇടുക കേട്ടോ. ഒരു 5-6 ഏത്തക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 3-4 മെഴുക്കുവരട്ടിക്ക് അരിഞ്ഞ്, ഇനി ബാക്കി ഒരു 2 ഒരു വലുതും ഒരു ചെറുതും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താ പയറൊക്കെ ഇട്ട് തോരൻ വെക്കത്തില്ലേ, അങ്ങനെ വെക്കണം. നമുക്കൊരു ഏത്തവാഴ കൊലച്ച് നിപ്പുണ്ട്, വിളങ്ങിയിട്ടൊന്നുമില്ല. പ്രാവശ്യം വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. ആ വെളുത്തുള്ളി ഒരു ചുവന്നുള്ളിയുടെ അത്രയുള്ള വലിപ്പമുള്ള വെളുത്തുള്ളിയായിരുന്നു. അത് കുക്ക് വന്ന് അവരെല്ലാം വരുന്നതിന് ഒന്ന് കുറച്ച് അതിനൊക്കെ ചിക്കനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പൊളിച്ചു വെച്ചതാണ്. ഇത് കണ്ടോ, ഇത്രയും വലിയ വെളുത്തുള്ളിയാണ്. ഇഞ്ചി ഇച്ചിരി കൊത്തി അരിഞ്ഞ് അങ്ങോട്ട് ചേർക്കാം. ഇവിടെ തേങ്ങ അരയ്ക്കാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ അരയ്ക്കുന്നത്. എല്ലാവരും എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ സാമ്പാർ വെക്കുന്നതിൻ്റെ ഏതാണ്ട് വീഡിയോയ്ക്കകത്ത് കണ്ടപ്പോൾ പറഞ്ഞു തോരയൊക്കെ ഇട്ട് ഒന്നിച്ച് വെച്ചാൽ വേവാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ് വയ്ക്കുന്നത്. ഇതുവരെ അങ്ങനെ തൊമര വേവാതിരുന്നിട്ടില്ല. ചിലപ്പം 2-3 സൈസിലെ തൊമര ഉണ്ടല്ലോ, കട്ടിയുള്ളൊരു സൈസ് തൊമരയുണ്ട്, അത് ഇട്ടാൽ ചിലപ്പം വേവത്തില്ല, കഷ്ണങ്ങളെല്ലാം വേവും, ഈ തൊമര അതേപോലെ കിടക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഞാൻ കട്ടി കുറഞ്ഞ തൊമര വാങ്ങും, അതാകുമ്പോൾ കഷ്ണങ്ങളോടൊപ്പം വെന്ത് കിട്ടും. വറ്റൽമുളകില്ലല്ലോ, മുളക് പൊടി ഇടല്ലേ. മോര് ചൂടായി. കുഞ്ഞോ മോനുകുട്ടൻ്റെ തോളയിൽ ഇരിക്കുക, ഇറങ്ങുന്നില്ലെന്ന് കഴുത്തെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. അവനെങ്കിലും പോരുമെന്ന് ഓർത്തോണ്ട് അമ്മ വിളിച്ചിട്ടും കുപ്പു വിളിച്ചിട്ടും ഒന്നും ചെല്ലുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞായിരുന്നു 8 മണിയാകുമ്പോഴത്തേക്ക് ഇനി വരണം, അമ്മയ്ക്ക് വിശക്കും, എളുപ്പം കഴിക്കണോ. വറ്റൽമുളകില്ല, പച്ചമുളകും ഇല്ല. നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇടാം. ഗ്യാസ് തീരുന്ന ലക്ഷണമുണ്ട്. മുത്ത് വരാൻ നോക്കിയിരിക്കുമായിരുന്നെന്ന് തോന്നുന്നു. ഗ്യാസ് തീരുവാണെന്നുണ്ട് ഈ കാലി സിലിണ്ടർ മൊത്ത് പോകുന്നതിന് മുമ്പ് നമുക്ക് ബുക്ക് ചെയ്ത് എടുത്ത് വെക്കണം. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം ഗ്യാസ് എടുക്കാൻ പെട്ട പാട്. ഈ സിലിണ്ടർ റോഡിലോട്ട് കൊണ്ട് വെക്കാൻ വലിയ പാടായിരുന്നു. ഇറക്കിക്കൊണ്ട് വരാൻ അദ്ദേഹത്തോട് കൊണ്ടുവരുന്ന ആൾക്കാരോട് പറഞ്ഞാൽ അവരിങ്ങോട്ട് കൊണ്ടുവെക്കും. പക്ഷെ എടുത്ത് റോഡിൽ വെക്കുന്നതാണ് ചടങ്ങ്. ഇന്നലെ നമുക്ക് പാഴ്സൽ അയച്ച ആരാണെന്നൊക്കെ എനിക്ക് പിടി കിട്ടി. പക്ഷേ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് പേരൊന്നും പറയുന്നില്ല കേട്ടോ.
പറയണ്ടാന്ന് പറഞ്ഞു. ഈ ഏത്തക്കായും ചേമ്പും ഒക്കെ മെഴുക്കുവരട്ടി വെക്കുമ്പോൾ അത് വേവിക്കും. പക്ഷേ ഞാൻ വേവിക്കത്തില്ല. ഞാൻ ഇങ്ങനെ കടുക് പൊട്ടിച്ച് അതിനകത്തങ്ങ് എനിക്ക് വെന്ത് കുഴഞ്ഞിരിക്കുന്നത് എനിക്കെന്തോ ഇഷ്ടമല്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങ് വെക്കുന്നത് കേട്ടോ. ചിലർ ചോദിക്കും വേവത്തില്ലല്ലോ എന്നൊക്കെ. പക്ഷേ വേവും. നമ്മൾ അടച്ചു വെച്ച് സിം ചെയ്ത് വെച്ച് വേവിച്ചാൽ മതി. വൈകിട്ട് ഞാനും ജാനിക്കുട്ടിയും കൂടി ഇങ്ങോട്ട് വന്ന് കയറി ഭയങ്കര മഴക്കോട് വരും. മഴ അരയ്ക്കത്തില്ല, അതേപോലെ സൗണ്ട്. എന്താ അറിയാം, ഈയൽ. പിന്നെ ഞങ്ങൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് റോഡിലെ വെട്ടത്തോട്ട് പറന്നു പോയപ്പോൾ ഭയങ്കര ശബ്ദം. അത് നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഷീറ്റിൽ ഇങ്ങനെ ചിറകടിക്കുന്ന ശബ്ദം കേട്ട മഴ പെയ്യുന്നു പോലെ. നമുക്കിത് അടച്ചു വെച്ച് സിം ചെയ്ത് വെക്കണം. ഇന്നത്തെ നമ്മുടെ പാചകം പാത്രം കഴുകാനുണ്ട്. പാചകത്തിന് വലിയ കുഴപ്പമില്ല, പാത്രം കഴുകാൻ. അപ്പൊ അല്ലേ എവിടെ വരെ കേൾക്കാൻ പോയ വിടാമെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. എല്ലാരും കൂടി വന്നേ. ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. ഞാനും മോനും കൂടെ പുറകിലാണ്. അപ്പൊ ഞങ്ങള് സൈഡിലോട്ട് കയ്യിൽ വിടുന്നില്ല അവൻ. കുഞ്ഞാ മുത്തച്ചാച്ചൻ വെളുപ്പിനെയാ വരുന്നേ. കേറി 2:30 ആയപ്പോ കേറി. കുഞ്ഞോ ഇല്ല, രാത്രി വരും. കുഞ്ഞോ അച്ചാച്ചൻ വരുവടി രാത്രി. വലിയ കുഞ്ഞു 4 മണിക്ക്. കുഞ്ഞോ വലിയ അച്ചാച്ചൻ വരുന്നു. നമ്മുടെ മൂത്താപ്പൻ വരുന്നുണ്ട് കേട്ടോ. കഴിച്ചോ നിങ്ങള്? എന്താ കഴിക്കുക? വിശപ്പെന്ന് പറയാൻ സാധനമില്ല. വീട്ടിൽ ഇരുന്നിരുന്ന് ഓരോന്ന് പറഞ്ഞില്ല. അച്ചാച്ച വിളിച്ചേ. കുഞ്ഞ അച്ചാച്ച വിളിച്ചേ. ഈ ഒരു പുഴയേ ഉള്ളൂ. പോയി ചീപ്പെടുത്തോ. മോനെ കൂട്ടാനോട് ഇത് കൊടുത്ത് നമുക്ക് എന്തുവാ വെച്ചാൽ അതിന്റെ മണ്ടയിലോട്ടുണ്ട്. എന്നിട്ടില്ലേ, എന്നിട്ട് അത് ഒട്ടി വരുമ്പോ എടുക്കാൻ പറ്റത്തില്ല. ആഹാ, നല്ല പാട്ടാണല്ലോ. അമ്മ പെയിൻ എടുത്ത് കളഞ്ഞേലേ. അമ്മ മാറ്. ടാറ്റ പഞ്ഞേ കുഞ്ഞോ. നാളെ കാണാട്ടോ. ആ, നല്ല വലിപ്പത്തിൽ ഇപ്പൊ ചുമപ്പ് കളർ ലൈറ്റ് വെച്ചേക്കുന്നു. ഞാൻ അവിടെ നിൽക്കാൻ പോവേ കേട്ടോ. കേട്ടോ കേട്ടോ അമ്മമ്മ. അയ്യോ ഓക്കെ അമ്മേ കേട്ടോ. അച്ഛൻ വരുവാണെങ്കിൽ പോകും ഞാൻ. കുക്കു തന്നതാ. ഇന്നതല്ലായിരുന്നു. അവിടെ ചോറ് ഉണ്ടില്ലേ, വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്ന് ചോറല്ലേ ഉണ്ട്.
ചപ്പാത്തി ഉണ്ടോ? ഇല്ല. രണ്ട് കഷ്ണം അവിടെ വെച്ചേരാ, അഥവാ അച്ചാച്ചൻ രാത്രി വന്ന് ചോറ് ചോദിച്ചാൽ. എത്ര മണി വരെ? മണി 3 മണിയാവും. വെളുക്കാറാവുമായിരിക്കും, നേരം വെളുക്കാറാവുമായിരിക്കും. എൻ്റെ മോര് കറി ഇരിക്കുന്നു. മോരിപ്പോൾ കാച്ചിയതമ്മ. ഇങ്ങോട്ട് ചേർത്ത് പിടി പാത്രം. അപ്പോൾ നമുക്ക് ചോറുണ്ണാം. ഞാൻ നമ്മുടെ ഈ ലോങ് വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പ്രിയങ്ങളോട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മുത്ത് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു പകൽ 2:30 മണിക്കാണ് മുത്ത് ട്രെയിൻ കയറിയത് കേട്ടോ. ഇന്ന് ഈ രാത്രി വെളുക്കുമ്പോൾ 4 മണിയാകുമ്പോൾ ചെങ്ങന്നൂർ വരും. ലോക്കലിലാണ് വരുന്നത്. അതുകൊണ്ടൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കാണ്. ശബരിമല സീസൺ ആയതുകൊണ്ട് അയ്യപ്പന്മാരുടെ തിരക്കാണ്. പിന്നെ വന്നിറങ്ങുമ്പോഴും KSRTC ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് പത്തനംതിട്ടയ്ക്ക് വരാൻ. എന്നാലും ഇങ്ങോട്ടുള്ള യാത്ര ദുഷ്കരമായതുകൊണ്ട്, തിരക്കിലായതുകൊണ്ട് ഞാൻ മാമനോട് പറഞ്ഞിട്ടുണ്ട് പോയി വിളിക്കാൻ. അപ്പോൾ മാമൻ പോയി വിളിക്കും. അപ്പോൾ നാളെ മുതലുള്ള വീഡിയോസിലൊക്കെ ഞങ്ങൾ 3 പേരും കാണും കേട്ടോ. എൻ്റെ പ്രിയങ്ങളൊക്കെ മുത്ത് വന്ന സന്തോഷം എന്നോടൊപ്പം പങ്കിട്ടു. ഒരുപാട് സന്തോഷം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ അത്താഴം കഴിക്കാം. മെഴുക്കുവരട്ടിയും മോര് കറിയും പിന്നെ കുക്കു തന്ന ചിക്കൻ വറുത്തതും കുക്കുവിൻ്റെ തന്നെ ബീട്രൂട്ട് തോരനും പിന്നെ ഞാൻ ഇച്ചിരി അച്ചാറെടുത്ത് കേട്ടോ, നമ്മുടെ ഈന്തപ്പഴവും നാരങ്ങയുടെ അച്ചാറിട്ടത്. അതുകൂടെ കൂട്ടി നമുക്ക് ഇന്ന് അത്താഴമൊക്കെ കഴിക്കാം. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ശ്വാസം മുട്ടലും അണപ്പമൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സംസാരിക്കാൻ. അപ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. നാളെ കാണാം കേട്ടോ. ടാറ്റാ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.